രുചിയെ സ്നേഹിക്കുന്ന എല്ലാ കൊതിയന്മാരായ പ്രേക്ഷകർക്കും സ്വാദിലേക്ക് സ്വാഗതം. ഇന്ന് സ്വാദിൻ്റെ രുചിയാത്ര തുടങ്ങുന്നത് മധ്യ കേരളത്തിലെ നാടൻ രുചികളുടെ തറവാട്ടിൽ നിന്നാണ്. അത് മറ്റൊന്നുമല്ല, കോട്ടയത്തെ കരിമ്പിൻകാല. കൊതിയന്മാരെ, ഇതിലെ ഇതിലെ രുചി തേടിയുള്ള യാത്രയിലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാനും അതിന് ഒരുങ്ങിക്കഴിഞ്ഞു. പാചകകലയുടെ പെരുന്തച്ഛനാണ് എന്നോടൊപ്പം നിൽക്കുന്നത്, ശശിചേട്ടൻ. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, കരിമ്പിൻകാല പേര് മാത്രം മതി, ആ നാമം മാത്രം മതി എത്ര വലിയ കൊതിയനും മുട്ടുമടക്കാൻ തലകുനിക്കാൻ ഇദ്ദേഹത്തിന് മുന്നിൽ. ഇദ്ദേഹത്തിന്റെ അല്പം നിമിഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കിട്ടിയത് എന്റെയും നിങ്ങളുടെയും സുഹൃതം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് കരിമ്പിൻകാലയിലെ ഏറ്റവും പുകൾപെറ്റ ഒരു വിഭവം തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, താറാവ് കറി. താറാവ് കറി ഒരുപാട് എണ്ണം നിങ്ങൾ കണ്ടു കാണും, പലയിടത്തും നമ്മുടെ ഷോയിൽ തന്നെ പലതും കണ്ടു കാണും. പക്ഷെ ഇത് ഒരു ഒന്നൊന്നര അല്ല, ഒരു മൂന്നര താറാവ് കറി തന്നെ ആയിരിക്കും. കാര്യം ശശിചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു താറാവ് കറി കിട്ടുക, അതായത് ശശിചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തു തരിക എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ദിവസവും വന്ന് കഴിച്ചു പോകുന്നവർ ആയിരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ആരും കാണുന്നില്ല. കാര്യം ക്യാഷിലും ബാക്കിയുള്ള സേവിങ്ങിലൊന്നും ഇദ്ദേഹത്തിന്റെ മുഖം കാണത്തില്ല. ശരിക്കും കരിമ്പിൻകാല എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ആത്മാവും പരമാത്മാവും ജീവാത്മാവും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വളരെ നല്ലൊരു വിഭവമായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഇതുപോലൊരു നാടൻ താറാവ് കറിയുടെ ഒരു റെസിപ്പി, ഒരു രഹസ്യം ഇനിയും ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിച്ചെന്ന് വരത്തില്ല, ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ ചേട്ടാ, അതിന്റെ കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ സാവധാനം ഒന്ന് പറഞ്ഞു കൊടുക്കാം. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മസാലയാണ്. മല്ലിയുണ്ട്, പിന്നെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ശരി, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ചേട്ടാ 3-4 ഇഞ്ചി അരിഞ്ഞതുണ്ട്, കൊത്തി അരിഞ്ഞതുണ്ട്, ചതച്ചത്, പിന്നെ വലിയ കഷ്ണങ്ങളായിട്ട് വിട്ടിട്ടുണ്ട്. അത് വേണ്ട, അത് ജസ്റ്റ് കാണാനായിട്ട് നമ്മൾ വെച്ച. ശരി, പിന്നെ കറിവേപ്പിലയുണ്ട്, കടുകുണ്ട്, തേങ്ങ അതാണ്ട് ഈ വലിപ്പത്തിൽ അരിഞ്ഞത് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പ് വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, മുളക് പൊടിയുണ്ട്, സവാള. അതൊക്കെ അരിഞ്ഞേക്കുന്ന വലിപ്പങ്ങൾ നോക്കിക്കോണം, അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, തീരെ ചെറുതായിട്ടും അല്ല എന്നാൽ ഒരുപാട് വലുതായിട്ടും അല്ല കേട്ടോ. പിന്നെ താറാവും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ചേട്ടാ, ഇനി നമുക്കിത് പറഞ്ഞു കൊടുക്കേണ്ട പ്രേക്ഷകർക്ക് എങ്ങനെയാണ് അളവുകൾ, അതായത് ഇത്ര താറാവായിരിക്കും ചേട്ടാ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു താറാവ് 1.5 കിലോ ഉണ്ടോ? ഇല്ല, 1.5 കിലോ വരും. ഒരു 1.5 കിലോയിൽ കൂടുതലുള്ള ഉണ്ടല്ലേ ചേട്ടാ? ചേട്ടൻ ഒന്ന് തൊട്ട് അറിയാലോ, 1.5 കിലോയ്ക്ക് 2 കിലോയ്ക്ക് അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ 2 കിലോയ്ക്ക് അടുത്ത് താറാവിനുള്ള അളവുകളായിരിക്കും ചേട്ടൻ പറയുന്നത്. നല്ലൊരു നാടൻ താറാവ് കറിക്കുള്ള റെസിപ്പി ഇതാ തുടങ്ങി. ചേട്ടാ, തുടങ്ങാം, പാചകം ഇനി തുടങ്ങാം. എന്താ തുടക്കത്തിൽ അടുപ്പ് കത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 1958 തുടങ്ങിയതാണ്. അച്ഛൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഭാസ്കരൻ സാർ അല്ലെ, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്കിളും അതിന്റെ കൂടെ ചേർന്നു. ഇപ്പൊ അടുത്ത തലമുറ എത്തിക്കഴിഞ്ഞു അല്ലെ, പ്രവിച്ചേട്ടനിൽ എത്തി നിൽക്കുകയാണ് അല്ലെ അടുത്ത തലമുറയിൽ. എണ്ണ ഒഴിക്കാം. കൂടുതലും ചേട്ടൻ ചെയ്യുന്നതിൽ ഈ രുചിയുടെ പുറകെ തന്നെ വേറെ കൃത്രിമമായിട്ടുള്ള ഒരു കാര്യത്തിന് പുറകിലും മാത്രമേ ഉള്ളൂ അല്ലെ. അതിലൊക്കെ ഒരുപാട് നിർബന്ധങ്ങൾ. അപ്പൊ കടുക് പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി സമയമൊന്നുമില്ല, ഉടനെ തന്നെ തേങ്ങ അരിഞ്ഞ നേരത്തെ ഞാൻ പീസിന്റെ വലിപ്പം കാണിച്ചു. ഇനി അടുത്തത് തേങ്ങ ഒരു ശകലം നേരം ഒന്ന് മൂക്കണം. അത് കളർ എങ്ങനെ വരണം? ഒരു ബ്രൗൺ കളർ, ചെറിയ ബ്രൗൺ കളർ. ഒരുപാട് പൊൻനിറമാണോ? വേണ്ട, ഒരു ചെറിയ ബ്രൗൺ കളറിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പൊ ഓട്ടുരുളി ചെയ്യുന്നതും ഇപ്പൊ നമ്മുടെ പുതിയ തരം ഇത് പാത്രങ്ങളും ചെയ്യുന്ന തമ്മിൽ ഒരുപാട് ടേസ്റ്റിന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. വ്യത്യാസമൊന്നും വരത്തില്ല. ഇല്ല, അല്ല ചേട്ടന് ഓർമ്മ കാണുമല്ലോ ഒരുപാട് വ്യത്യാസം വരാൻ. പണ്ടൊക്കെ ഇന്റാലിയോ ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. പിന്നെ ഗ്യാസ് അടുപ്പില്ല, വിറകടുപ്പില്ല. ഇപ്പം വിറകാണെങ്കിലാണ് ഏറ്റവും സൗകര്യം. പക്ഷെ ഇപ്പം വിറകിന് പണിയാനായിട്ട് ആരും കിട്ടത്തില്ല. അതായത് വിറകടുപ്പിലൊക്കെ ചെയ്ത ഓട്ടുരുളിയിലും സവാളയായിട്ടുണ്ട്. പിന്നെ തേങ്ങാമൂത്ത്, സവാള ഇടാം.
എത്ര എടുത്തിട്ടുണ്ട് ചേട്ടാ? 2 കിലോയോളം താറാവിറച്ചിക്ക് എത്രത്തോളം സവാള വേണ്ട? ഒരു 3/4 കിലോ സവാള. അതിന്റെ വലിപ്പം നേരത്തെ അത് അരിഞ്ഞ വലിപ്പം ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരുപാട് ചെറുതായിട്ടുമല്ല ഒരുപാട് വലുതായിട്ടുമല്ല, ഒരു മീഡിയം പരുവത്തിൽ കേട്ടോ. സവാള ഇട്ട് ഒന്ന് വാടി കിട്ടിയാ, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതായത് നിരവധി അനവധി, അതായത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ നിലനിൽക്കാൻ ഓർത്തു വെക്കാൻ പറ്റാത്ത അത്ര ഒരു വലിയ പ്രമുഖരുടെ നിര തന്നെ. ഇന്ന് തന്നെ നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് അല്പം സിബിമലയിൽ സാർ വന്നിട്ട് പോയോ എന്ന് പറഞ്ഞായിരുന്നു. അതാ ഒരു വലിയ പ്രമുഖ വിജയ ജോസഫ് സാർ ഉണ്ടായിരുന്നു, മോൻസി ജോസഫ് ഉണ്ടായിരുന്നു. അതാ ശരി. അപ്പൊ നമ്മള് സവാള ഇട്ട് കൊടുത്തു, അത് നന്നായിട്ടൊന്ന് വാടി കിട്ടി. ഇനി അടുത്തത് സ്വല്പം മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി അതാ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു അല്പം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇറച്ചി ഇടാറായിട്ടുണ്ട്. 2 കിലോയോളം താറാവാണ് എടുത്തേക്കുന്നത്. എൻ്റെ വലിപ്പം താണ്ട താറാവ് കറിക്ക് ഏത് വലിപ്പത്തിൽ അരിയണം എന്ന് പറയണം ചേട്ടാ? കറിക്ക് അരിയുന്ന വലിപ്പമല്ലേ? ആ, ഇവിടെ ഇതാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? പൊതുവെ എല്ലാവരും ഈ ഭാഗത്ത് മധ്യ കേരള ഭാഗത്ത് ഇതേപോലെ വലിപ്പത്തിൽ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. താറാവിന്റെ റോസ്റ്റ് അതിനാകുമ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടാണ്, കുറച്ചുകൂടെ വലുതായിട്ടാണ്. 4-ആയിട്ടോ 5-ആയിട്ടോ ഒക്കെ. ഇതാണെങ്കിലോ ഒരു താറാവ് ഇതൊരു 20 കഷ്ണം കാണും. 20 കഷ്ണത്തോളം ആകും അല്ലേ? റോസ്റ്റിനാണെങ്കിൽ നമുക്ക് ഒരു താറാവിനെ ഒരു 4-5 കഷ്ണമാക്കണം. കറിക്കാണെങ്കിൽ ഒരു 20 കഷ്ണത്തോളം. അതാണ് യഥാർത്ഥ ഒരു അളവ് കേട്ടോ. ശരി. ഇതിൽ പിന്നെ ഒരു ചേരുവ നമ്മൾ പറയാൻ വിട്ടുപോയി. അത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൈപുണ്യം തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞുതരാനും പറ്റത്തില്ല, ചേർക്കാൻ നിങ്ങൾക്കൊട്ട് പറ്റുന്നതാണ് അല്ലേ? ഉപ്പ് ചേർക്കാം. ആ ഉപ്പ് ചേർക്കുന്നതിന് ഇത് പൊടിയുപ്പ് തന്നെയാണോ ചേർക്കുന്നത്? ഉപ്പ് നീരാണ് ചേർക്കുന്നത് കേട്ടോ. ഉപ്പ് നീരാണ് ചേർക്കുന്നത്, പൊടിയുപ്പോ കല്ലുപ്പോ അല്ല, ഉപ്പ് നീരാ ചേർക്കുന്നത്. അതന്നെ കാര്യം എന്താണ് കേട്ടോ? ഇപ്പൊ ഓരോന്നിനും ഇപ്പൊ മീൻകറിക്കാണെങ്കിലോ? മീൻകറിക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. താറാവ് കറിക്കാണെങ്കിൽ ഞങ്ങൾക്കുള്ള സൗകര്യം അനുസരിച്ച്. അത് ശരി. അല്ല പൊതുവെ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന? നമ്മൾ ചെയ്യുന്നത് ആണല്ലേ? ചിലര് ചെയ്യുന്നതെല്ലാം ഒന്ന് പൊടിയുപ്പ് തന്നെ. പൊടിയുപ്പ് അല്ല, ഈ ഉപ്പ് നീരും പൊടിയുപ്പും ചേർക്കുന്നതിൽ തമ്മിൽ രുചി വ്യത്യാസം ഒന്നുമില്ല, രുചിക്ക് വ്യത്യാസമൊന്നുമില്ല. ചേട്ടൻ ചെയ്തു വരുന്നത് അതൊക്കെ ഫോളോ ചെയ്യുന്നു അല്ലേ? ഇത് തന്നെ നിങ്ങൾ കണ്ട് ചെയ്തോ കേട്ടോ. അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞു തരും. രണ്ട് കപ്പോളം കേട്ടോ ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഇറച്ചിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് അതിന് വേവ് കിട്ടിയതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പൊ താറാവറിയുടെ ഇത്രയും നേരമുള്ള യാത്ര നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ഒരു നല്ല ബ്രേക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ചേട്ടാ ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. നമ്മുടെ പൊതുവെ അങ്ങനെ പറയാമോ? ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള പറയാം. ഒന്ന് ക്യാമറ നോക്കി പറയണം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പിന്നെ പോരെ.